നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കൊല്ലം ജില്ലയിലെ പുനലൂർ, പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ പ്രകൃതി രമണീയതയും ചരിത്രപരമായ പ്രാധാന്യവും ഒത്തുചേർന്ന കൊല്ലം ജില്ലയിലെ പുനലൂർ നിയോജക മണ്ഡലം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പ്രധാന വികസന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്തറിയാം. പ്രധാനമായും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും ഗതാഗത സൗകര്യങ്ങളിലും പുനലൂർ കൈവരിച്ച പുരോഗതി നമുക്ക് നോക്കാം. ഒപ്പം ഈ വികസന പ്രവർത്തനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തിയത് എന്നും നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കി രൂപീകരിച്ച പദ്ധതിയാണ് കിഫ്ബി പദ്ധതി. കിഫ്ബി രൂപീകരിച്ചിട്ട് ഏതാണ്ട് 25 വർഷക്കാലം പൂർത്തീകരിക്കുകയാണ്. 25 വർഷം മുമ്പ് ആരംഭിച്ചു എന്ന് പറയുമ്പോഴും ഇക്കാര്യത്തിൽ ആധികാരികമായ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ വന്നത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലയളവിലാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്കിൻ്റെയും നേതൃത്വത്തിൽ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഒരു വലിയ കാൽവയ്പ്പാണ് ഉണ്ടായത്. നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ഇന്ന് കിഫ്ബിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഉടനീളം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റോഡുകളുടെ സാഹചര്യങ്ങളിൽ ഒരുപാട് മാറ്റം വന്നു. അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകളാണ് ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം റോഡുകൾ. അതുപോലെ തന്നെ നമ്മുടെ ആതുരാലയങ്ങളെ സംബന്ധിച്ച് വളരെ പരിമിതമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമുണ്ടായിരുന്ന നമ്മുടെ ആശുപത്രികൾ ഇന്ന് മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറി. കോടിക്കണക്കിന് രൂപയാണ് ആശുപത്രികളുടെ വികസനത്തിന് വേണ്ടി കിഫ്ബി വഴി ചെലവഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന നിലവരെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് കിഫ്ബി വഴി വിനിയോഗിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി മെച്ചപ്പെട്ട നിലയിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വികസന രംഗത്ത് ഒരു വലിയ കുതിപ്പിന് വഴിയൊരുക്കിയ പദ്ധതിയാണ് കിഫ്ബി പദ്ധതി. ഇപ്പോൾ തുടർഭരണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ തുടർഭരണം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ കിഫ്ബി പദ്ധതി വഴി കൂടുതൽ വികസനം നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ അത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിഴിഞ്ഞം പുനലൂർ പദ്ധതിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് കുതിപ്പേകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ പദ്ധതിയായി വിഴിഞ്ഞം പദ്ധതി മാറുകയാണ്. ആ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ പങ്ക് വളരെ നിസ്തുലമാണ്. ആ പദ്ധതി ഏതാണ്ട് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണതോതിൽ ആ പദ്ധതി വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നാടിന് കൂടുതൽ വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പദ്ധതിയായി നമ്മുടെ വിഴിഞ്ഞം പദ്ധതി മാറുകയാണ്. അപ്പോൾ അനുബന്ധമായി കൂടുതൽ വ്യവസായ സംരംഭങ്ങളും സംവിധാനങ്ങളും വരുന്നതിന് വേണ്ടിയാണ് വിഴിഞ്ഞം പുനലൂർ സാമ്പത്തിക മേഖല എന്നുള്ള തരത്തിൽ ഒരു പ്രത്യേക കോറിഡോർ, അങ്ങനെയുള്ള ഒരു വലിയ സംരംഭത്തിന് ഇപ്പോൾ കേരള ഗവൺമെൻറ് തത്വത്തിൽ അതിൻ്റെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ ദേശീയപാത വികസനം അതേതാണ്ട് നിലച്ചുപോയ ഘട്ടത്തിൽ ആ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ ആധികാരികമായ പ്രവർത്തനം നടത്തിയപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകളെല്ലാം കിഫ്ബി വഴിയാണ് നൽകിയിട്ടുള്ളത്.
അതുമാത്രമല്ല, ഗതാഗത രംഗത്ത് ഏറ്റവും വലിയ ഒരു മാറ്റമുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് മലയോര ഹൈവേ പദ്ധതി. ആ മലയോര ഹൈവേ പദ്ധതി കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീളുന്ന മലയോര മേഖലയുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗതാഗത സംവിധാനം ഒരുക്കുന്ന പദ്ധതിയാണ്. അതിനും കിഫ്ബി വഴിയാണ് പണം അനുവദിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കേരളത്തിൻ്റെ വികസന രംഗത്ത് ഒഴിവാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ സംവിധാനമായി കിഫ്ബി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുനലൂർ നിയോജക മണ്ഡലം കൊല്ലം ജില്ലയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന പ്രദേശമാണ്. പശ്ചിമഘട്ട മലനിരയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം വനങ്ങളും മലകളും നിറഞ്ഞ ഭൂപ്രകൃതിയും ധാരാളം പുഴകളും തോടുകളും നിറഞ്ഞ ജലസമ്പന്നതയും ഒത്തിണങ്ങിയതാണ്. കൃഷിയും കച്ചവടവും ഒരുപോലെ പ്രാധാന്യമുള്ള ഈ മണ്ഡലം പ്രകൃതി ഭംഗി കൊണ്ടും സമ്പന്നമാണ്. ഇങ്ങനെയുള്ള പുനലൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ വിവിധ വകുപ്പുകൾ വഴി നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പദ്ധതികളെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ പുതിയ ബ്ലോക്ക്. പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണവും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പദ്ധതിയും ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ കിഫ്ബി ധനസഹായത്തോടെ 68,18,00,000-ലധികം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇൻകെ ലിമിറ്റഡ് ആയിരുന്നു ഇതിന്റെ നിർമ്മാണ ചുമതല. പുതിയ ബ്ലോക്ക് യാഥാർത്ഥ്യമായതോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ കിടക്കകളും ആധുനിക ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായി. പുതിയ ഓപ്പറേഷൻ തിയേറ്ററുകൾ, ICU, ഡയാലിസിസ് യൂണിറ്റ് എന്നിവയെല്ലാം ആരംഭിച്ചു. ഇത് പുനലൂർ മണ്ഡലത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണ്. മുൻപ് വിദഗ്ധ ചികിത്സയ്ക്കായി ദൂരെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടിയിരുന്ന രോഗികൾക്ക് ഇപ്പോൾ പുനലൂരിൽ തന്നെ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാണ്. ആശുപത്രിയിലെ ജീവനക്കാർക്കും ഡോക്ടർമാർക്കും പുതിയ സൗകര്യങ്ങൾ ലഭിച്ചത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സേവനം നൽകാൻ സഹായിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ പുനലൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പുതിയ സൗകര്യങ്ങൾ ഒരുങ്ങുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നൽകും. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പദ്ധതിക്കായി കിഫ്ബി ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ പുതിയ കെട്ടിടങ്ങൾ, നവീകരിച്ച ലാബുകൾ, വർക്ക്ഷോപ്പുകൾ, ക്ലാസ് മുറികൾ, ലൈബ്രറി സൗകര്യങ്ങൾ എന്നിവയെല്ലാം വർദ്ധിപ്പിക്കും. പുതിയ കോഴ്സുകൾ ആരംഭിക്കാനും വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പഠനാന്തരീക്ഷം ഒരുക്കാനും ഇത് സഹായകരമാകും. പുനലൂരിലെയും അടുത്തുള്ള പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിന് ഇത് കൂടുതൽ അവസരങ്ങൾ നൽകും. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ പുനലൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കേരളത്തിലെ തന്നെ മികച്ച പോളിടെക്നിക് കോളേജുകളിൽ ഒന്നായി മാറുമെന്ന് പ്രതീക്ഷിക്കാം. പുനലൂർ ടൗൺ റോഡുകളുടെ നവീകരണം പുനലൂരിന്റെ മുഖച്ഛായ മാറ്റിയ ഒരു പ്രധാന വികസന പദ്ധതിയാണ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15,15,00,000 രൂപ ചെലവഴിച്ചാണ് പുനലൂർ ടൗണിലെ പ്രധാന റോഡുകൾ നവീകരിച്ചത്. കേരള റോഡ് ഫണ്ട് ബോർഡ് ആയിരുന്നു ഈ പദ്ധതിയുടെ നിർമ്മാണ ചുമതല. റോഡുകൾ നവീകരിച്ചതോടെ പുനലൂർ ടൗണിലെ ഗതാഗത കുരുക്ക് ഒരു പരിധിവരെ കുറഞ്ഞു. യാത്രക്കാർക്കും വ്യാപാരികൾക്കും പ്രദേശവാസികൾക്കും ഇത് ഒരുപോലെ പ്രയോജനകരമാണ്. റോഡുകളുടെ വീതി കൂട്ടുകയും വശങ്ങളിൽ നടപ്പാതകളും ഓടകളും നിർമ്മിക്കുകയും ചെയ്തു. സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത് രാത്രികാല യാത്രകൾ സുരക്ഷിതമാക്കി. പുതിയ റോഡുകൾ പുനലൂർ ടൗണിന് ഒരു നവീന ഭംഗി നൽകി. വ്യാപാര സ്ഥാപനങ്ങളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. മലയോര മേഖലയിലൂടെ കടന്നുപോകുന്ന ഹിൽ ഹൈവേ പദ്ധതി പുനലൂരിന്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. കൊല്ലം ജില്ലയിലെ ഹിൽ ഹൈവേയുടെ ഭാഗമായി
പുനലൂർ KSRTC ജംഗ്ഷൻ മുതൽ അഗസ്ത്യാക്കോട്, അലഞ്ചേരി, കുളത്തൂപ്പുഴ, മടത്തറ, കൊല്ലായിൽ വരെയുള്ള റോഡിന്റെ വികസനത്തിനാണ് 201,67,00,000 രൂപ അനുവദിച്ചത്. കേരള റോഡ് ഫണ്ട് ബോർഡാണ് ഈ പദ്ധതിയും നടപ്പിലാക്കുന്നത്. ഹിൽ ഹൈവേ യാഥാർത്ഥ്യമാകുന്നതോടെ പുനലൂരിന്റെ മലയോര മേഖലയിലേക്കുള്ള ഗതാഗതം കൂടുതൽ എളുപ്പമാകും. വിനോദസഞ്ചാര രംഗത്തും ഇത് വലിയ സാധ്യതകൾ തുറക്കും. മലയോര മേഖലയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിന് ഈ റോഡ് സഹായിക്കും. കൂടാതെ ഹിൽ ഹൈവേയുടെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ യാത്രക്കാർക്ക് ഒരു പുതിയ അനുഭവം നൽകും. അഞ്ചൽ പുനലൂർ റോഡിന്റെ നവീകരണം പുനലൂരിന്റെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച മറ്റൊരു പദ്ധതിയാണ്. 123,36,00,000 രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് നവീകരിച്ചത്. കേരള റോഡ് ഫണ്ട് ബോർഡായിരുന്നു ഈ പദ്ധതിയുടെയും നിർമ്മാണ ചുമതല. ഈ റോഡ് നവീകരിച്ചതോടെ പുനലൂരിൽ നിന്ന് അഞ്ചലിലേക്കും അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാം. റോഡിന്റെ വീതി കൂട്ടുകയും വശങ്ങളിൽ സംരക്ഷണ ഭിത്തികൾ കെട്ടുകയും ഓടകൾ നിർമ്മിക്കുകയും ചെയ്തു. അപകടങ്ങൾ കുറയ്ക്കുന്നതിന് റോഡുകളിലെ സുരക്ഷാ ബോർഡുകളും സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ റോഡ് പുനലൂർ മണ്ഡലത്തിലെ പ്രധാന ഗതാഗത മാർഗങ്ങളിൽ ഒന്നാണ്. കായിക രംഗത്ത് പുനലൂരിന് പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു പദ്ധതിയാണ് പുനലൂരിലെ സ്പോർട്സ് പ്രൊജക്ടുകൾ. പുനലൂരിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്പോർട്സ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 19,16,00,000 രൂപ അനുവദിച്ചു. കിറ്റ്കോ ലിമിറ്റഡ് ആണ് ഈ പദ്ധതിയുടെ കൺസൾട്ടന്റ്. ഈ പദ്ധതിയിലൂടെ പുനലൂരിൽ പുതിയ സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം, കളിസ്ഥലങ്ങൾ എന്നിവയെല്ലാം നിർമ്മിക്കും. കായിക പരിശീലനത്തിനുള്ള സൗകര്യങ്ങളും ഒരുക്കും. പുനലൂരിലെ യുവജനങ്ങൾക്ക് കായിക രംഗത്ത് ശോഭിക്കാൻ ഇത് കൂടുതൽ അവസരങ്ങൾ നൽകും. ദേശീയ, അന്തർദേശീയ മത്സരങ്ങൾ നടത്താൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. കായിക രംഗത്ത് പുനലൂരിന് ഒരു പ്രധാന കേന്ദ്രമായി മാറ്റാൻ ഈ പദ്ധതി സഹായിക്കും. പുനലൂരിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വാട്ടർ അതോറിറ്റി വലിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. കൊല്ലം PS സർക്കിളിലെ ട്രാൻസ്മിഷൻ മെയിനുകൾ മാറ്റുന്ന പദ്ധതിക്കായി 37,33,00,000 രൂപ അനുവദിച്ചു. കേരള വാട്ടർ അതോറിറ്റി തന്നെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പഴയ പൈപ്പ് ലൈനുകൾ മാറ്റി പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിലൂടെ ജലവിതരണം കൂടുതൽ കാര്യക്ഷമമാകും. കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ ഇതിലൂടെ ശുദ്ധജലം എത്തിക്കാൻ സാധിക്കും. പുനലൂരിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നാണ് ശുദ്ധമായ കുടിവെള്ളം. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ ആ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. കേരളത്തിൻ്റെ വികസന രംഗത്ത് ഒഴിവാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ സംവിധാനമായി കിഫ്ബി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോടിക്കണക്കിന് രൂപയാണ് ഇപ്പോൾ കിഫ്ബി വഴി കേരളത്തിൽ ചെലവഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ പുനലൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പദ്ധതികളാണ് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് കുളത്തൂപ്പുഴ മുതൽ പുനലൂർ വരെയുള്ള ഇത്രയും ഭാഗം നവീകരിക്കുന്നതിന്, പുതിയ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 200 കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. മാത്രമല്ല ആയൂർ അഞ്ചൽ റോഡിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 123 കോടി രൂപയാണ് വിനിയോഗിച്ചിട്ടുള്ളത്. അഞ്ചൽ ബൈപ്പാസ് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ജനങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് കിഫ്ബിയിലൂടെയാണ്. അത് പൂർത്തീകരിച്ച് അതിപ്പോൾ ഇന്ന് യാഥാർത്ഥ്യമായി ജനങ്ങൾ അതുവഴി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പുനലൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വികസനം, നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ വികസനം നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഏതാണ്ട് 540 കോടി രൂപയാണ് പുനലൂർ മണ്ഡലത്തിൽ മാത്രമായി കിഫ്ബി വഴി നമുക്ക് അനുവദിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിലേതാണ്ട് നമുക്ക് 9 സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 21 കോടി രൂപയാണ് കിഫ്ബി വഴി നമുക്ക് ചെലവഴിച്ചിട്ടുള്ളത്.
മാത്രമല്ല നമ്മുടെ പുല്ലൂർ താലൂക്ക് ആശുപത്രി ആരോഗ്യ മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് പുനലൂരിന് വഴിയൊരുക്കിയ ഒരു പദ്ധതിയാണ്. പുല്ലൂർ താലൂക്ക് ആശുപത്രി ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താലൂക്ക് ആശുപത്രികളിലൊന്നാണ്. ചില കാര്യങ്ങളിൽ ചില മെഡിക്കൽ കോളേജിന് സമാനമായിട്ടുള്ള ചികിത്സ ചില മേഖലകളിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു ആശുപത്രിയാണ്. ഒരുപാട് അവാർഡുകൾ ആശുപത്രിയെ തേടി വന്നിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഏതാണ്ട് 69 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമുക്ക് പുല്ലൂർ താലൂക്ക് ആശുപത്രി അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് പുതിയ ധാരാളം പദ്ധതികൾ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന നിലയിലായിട്ടുണ്ട്. നമ്മുടെ പുനലൂർ അഞ്ചൽ മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അതിൻ്റെ നവീകരണം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇനിയും ധാരാളം പദ്ധതികൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ കുളത്തുപ്പുഴ നമ്മുടെ ധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നിർമ്മിച്ചൊരു പാലമാണ്. അവിടെ ഒരു വാഹനത്തിന് മാത്രമേ കടന്നു പോകാൻ കഴിയൂ. അവിടെ ഏതാണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കൂടിയ നമ്മുടെ ക്യാബിനറ്റ് യോഗത്തിൽ അതിന് അന്തിമ അംഗീകാരം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും ചേർന്ന് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതികളെല്ലാം പുനലൂരിനെ ഒരു മാതൃകാ നിയോജക മണ്ഡലമാക്കി മാറ്റാൻ സഹായിക്കും. പുനലൂർ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പ്രകൃതിയും പാരമ്പര്യവും ഒത്തുചേർന്ന പുനലൂർ വികസനത്തിന്റെ പാതയിൽ കൂടുതൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ പമ്പയുടെ തീരത്ത് പ്രകൃതിയുടെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ റാന്നി നിയോജക മണ്ഡലം. റാന്നിയുടെ വികസന ചരിത്രവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടെ നടപ്പിലാക്കിയ പ്രധാന വികസന പദ്ധതികളും നമുക്ക് അടുത്തറിയാം. പ്രധാനമായും അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി, ഗതാഗത സൗകര്യങ്ങളുടെ വികസനം എന്നിവയിലെല്ലാം റാന്നി കൈവരിച്ച നേട്ടങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഈ വികസന പ്രവർത്തനങ്ങൾ റാന്നി മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത് എന്നും നമുക്ക് ചർച്ച ചെയ്യാം. കിഫ്ബി കേരളത്തിൽ വരുത്തിയ മാറ്റത്തെ ഒരു MLA എന്ന നിലയിലും ഒരു മലയാളി എന്ന നിലയിലും വിലയിരുത്തുമ്പോൾ എൻ്റെ മനസ്സിൽ നിറയുന്നത് ആഹ്ലാദവും അഭിമാനവുമാണ്. ആ മാറ്റങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് കൗതുകം കലർന്ന ഒരു കാര്യം ആമുഖമായി പറയട്ടെ. പ്രവാസികളെല്ലാവരും നമ്മളെ കാണുമ്പോൾ നമ്മോട് പങ്കുവച്ചിരുന്ന ഒരു കാര്യമുണ്ട്. പുറത്തുള്ള റോഡുകൾ, യാത്രാ സൗകര്യങ്ങൾ, ഇതെല്ലാം എന്നാണ് കേരളത്തിൽ സാധ്യമാകുന്നത്? നമ്മുടെ കേരളവും മാറണ്ടേ? നമ്മളിൽ പലരും കേരളത്തിന് പുറത്തും വിദേശത്തുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതെല്ലാം കേരളത്തിൽ സാധ്യമാണോ? കിഫ്ബി വരുത്തിയ മാറ്റത്തിൻ്റെ ഏറ്റവും ലഘുവായ എന്നാൽ ഏറ്റവും മിഴിവാർന്ന ഉത്തരം ഇതാണ്: ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അത് കേരളത്തിലും സാധ്യമാണ് എന്ന് തെളിയിക്കാനായി അതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് കിഫ്ബിയാണ് എന്നതാണ് കിഫ്ബിയുടെ ഇക്കാലം അത്രയുമുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളം ഒരു പുതിയ കേരളമായി മാറണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരാധുനിക ജീവിത ക്രമമുണ്ടാകണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പരിമിതിയായിരുന്നു നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങളിലുണ്ടായിരുന്ന ഒരു മികവിൻ്റെ കുറവ്. നമ്മുടെ റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, ഇവിടെയെല്ലാം കിഫ്ബി കൊണ്ടുവന്ന ഒരു സർവതല സ്പർശിയായ വികസനമുണ്ട്. വിസ്മയകരമായ മാറ്റമുണ്ട്. അങ്ങനെ തന്നെ പറയണം എന്നെനിക്ക് തോന്നുന്നു. ഒരു അമേസിങ് ട്രാൻസ്ഫർമേഷൻ. മാറ്റം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു വലിയ രൂപാന്തരം, വളരെ ചേതോഹരമായ ഒരു രൂപാന്തരം. അത് കാഴ്ചയിലും ഉള്ളടക്കത്തിലും ഒക്കെ വികസനത്തിൻ്റെ ഒരു ഭാഷയിൽ, ഒരു ലാംഗ്വേജ് ഓഫ് ഡെവലപ്മെൻറ്റിൽ കിഫ്ബി കൊണ്ടുവന്ന അത്ഭുതകരമായൊരു മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആശയത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള സംസ്ഥാന സർക്കാരിനോടും അത് ഫലപ്രദമായി തുടരുന്ന കിഫ്ബിയുടെ നേതൃത്വത്തോടുമുള്ള സ്നേഹം ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. റാന്നി നിയോജക മണ്ഡലം പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന പ്രദേശമാണ്. പ്രകൃതി രമണീയമായ മലകളും വനങ്ങളും പുഴകളും നിറഞ്ഞ ഈ പ്രദേശം കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാരത്തിനും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നു. ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാന കവാടങ്ങളിൽ ഒന്നുമാണ് റാന്നി.
ചരിത്രപരമായ പ്രാധാന്യമുള്ള നിരവധി ക്ഷേത്രങ്ങളും പുരാതന ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും ഇവിടെയുണ്ട്. ഇങ്ങനെയുള്ള റാന്നിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ വിവിധ വകുപ്പുകൾ വഴി നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പദ്ധതികളെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. ഇത്രയും മികച്ച റോഡുകൾ, BM&BC റോഡുകൾ വളരെ കുറച്ച് നമുക്കെല്ലാവർക്കും പരിചിതമല്ലായിരുന്നു. നമ്മുടെ റോഡ് നിർമ്മാണത്തിൻ്റെ ശീലത്തെ തന്നെ കിഫ്ബി മാറ്റിമറിച്ചു. ആ ഒരു ഹാബിറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറിനെ തന്നെ നമ്മൾ മാറ്റിമറിച്ചു. എത്ര റോഡുകളാണ് ഗ്രാമീണ മേഖലയിൽ നമ്മൾ കിഫ്ബി വഴി ആധുനിക നിലവാരത്തിലേക്ക് മാറ്റിയത്. ഇപ്പോൾ റാന്നി മണ്ഡലത്തിൽ തന്നെ കുമ്പളാംബേഗ് അട്ടച്ചാൽ റോഡ് 17.28 കോടി രൂപയാണ്. ജേക്കബ് റോഡുമായി ബന്ധപ്പെടുന്ന റോഡ് ശൃംഖല 36 കോടി രൂപയാണ് നമ്മൾ സാധ്യമാക്കിയത്. ഈ റോഡുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. റാന്നി മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ കിഫ്ബിയുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കാൻ പോകുന്ന പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് റാന്നി പാലം. റാന്നിയിൽ ഒരു പുതിയ പാലം നിർമ്മാണം നമ്മൾ തുടക്കം കുറിച്ചു. അതിൻ്റെ സ്ഥലമേറ്റെടുക്കലിൽ വന്ന സങ്കീർണതകൾ എല്ലാം പരിഹരിച്ചുകൊണ്ട് റാന്നിയുടെ ഗതാഗത സൗകര്യത്തിൽ നാഴികക്കല്ലാകുന്ന, ഒപ്പം റാന്നി വഴി കടന്നുപോകുന്ന ആൾക്കും പ്രയോജനമാകുന്ന, ഒപ്പം ടൂറിസം സാധ്യതയിലേക്കും സൗന്ദര്യവൽക്കരണത്തിൻ്റെ പുതിയ സാധ്യതയിലേക്കും റാന്നിയെ കൊണ്ടുവന്നെത്തിക്കുന്ന ഈ പദ്ധതി 45.2 കോടി രൂപയ്ക്കാണ് ഒരു പുതിയ പാലം നമ്മൾ റാന്നി പുതിയ പാലം നമ്മൾ പൂർത്തിയാക്കാൻ പോകുന്നത്. ചെറുകോൽപ്പുഴ റാന്നി റോഡ് ശബരിമല തീർത്ഥാടനത്തിൽ ഏറ്റവും പ്രസക്തിയുള്ള റോഡാണ്. അവിടെ ഒട്ടേറെ ക്ഷേത്രങ്ങളെ റാന്നി വലിയ പള്ളിയുമായി എല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു പിൽഗ്രിം സർക്യൂട്ട് എന്ന് തന്നെ പറയാം. ആ റോഡിന് വേണ്ടിയിട്ട് 54 കോടി രൂപ ലോകപ്രശസ്തമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനും മാരാമൺ കൺവെൻഷനും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളെ എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് രാമേശ്വരം ക്ഷേത്രമടക്കം കടന്നു പോകുന്ന ഈ സ്ഥലത്ത് നമ്മൾ 54 കോടി രൂപയ്ക്കാണ് ഒരു റോഡ് നിർമ്മാണം ഇപ്പോൾ ഉടൻ തുടങ്ങാൻ പോവുകയാണ്. റാന്നിയുടെ ഗതാഗത രംഗത്ത് ഒരു നാഴികക്കല്ലായി മാറിയ പദ്ധതിയാണ് പുതിയ റാന്നി വലിയ പാലം. പമ്പ നദിക്ക് കുറുകെ നിർമ്മിച്ച ഈ പാലം റാന്നി ടൗണിന്റെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം നൽകി. വർഷങ്ങളായുള്ള റാന്നിയുടെ സ്വപ്നമാണ് ഇതോടെ സഫലമായത്. പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന 47,56,00,000-ലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ പാലം റാന്നിയിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. പാലം വന്നതോടെ റാന്നി ടൗണിലൂടെയുള്ള യാത്ര സുഗമമായി. റാന്നിയിലെ വ്യാപാര വാണിജ്യ മേഖലയ്ക്കും ഇത് ഉണർവ് നൽകി. പാലത്തിന്റെ നിർമ്മാണത്തിൽ ഉയർന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാലം റാന്നിയുടെ അഭിമാന സ്തംഭമായി ഇന്ന് നിലകൊള്ളുന്നു. റാന്നിയിലെ മറ്റൊരു പ്രധാന പാലമാണ് വടശ്ശേരിക്കര പാലം. മണ്ണാരക്കുളഞ്ഞി പമ്പ റൂട്ടിൽ കല്ലാർ നദിക്ക് കുറുകെ നിർമ്മിച്ച ഈ പാലം ഈ റൂട്ടിലെ ഗതാഗത കുരുക്കിന് വലിയ ആശ്വാസമായി. നിലവിലുള്ള പാലത്തിന് സമാന്തരമായിട്ടാണ് പുതിയ പാലം നിർമ്മിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന 14,06,00,000 രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. പാലം പൂർത്തിയായതോടെ ശബരിമല തീർത്ഥാടകർക്കും സ്ഥിരയാത്രക്കാർക്കും ഈ വഴി എളുപ്പത്തിൽ സഞ്ചരിക്കാനാകും. പ്രകൃതി മനോഹരമായ ഈ പ്രദേശത്തിന്റെ ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യുന്നതിന് പാലം സഹായിക്കുന്നു. റാന്നിയിലെ റോഡ് ശൃംഖല ശക്തിപ്പെടുത്തുന്നതിന് നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. വളങ്കര ആയൂർ റോഡിന്റെ നവീകരണം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന 23,01,00,000-ലധികം രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് നവീകരിച്ചത്. റോഡിന്റെ വീതി കൂട്ടുകയും വശങ്ങളിൽ സംരക്ഷണ ഭിത്തികൾ കെട്ടുകയും ഓടകൾ നിർമ്മിക്കുകയും ചെയ്തു. റോഡിൽ അപകട സൂചന ബോർഡുകൾ സ്ഥാപിച്ചു. സ്ട്രീറ്റ് ലൈറ്റുകൾ വെച്ചു. റോഡ് നവീകരിച്ചതോടെ യാത്ര സുഗമവും സുരക്ഷിതവുമായി. വാഹനങ്ങളുടെ വേഗത കൂടി. ഇന്ധനം ലാഭിക്കാം. ഈ റോഡ് റാന്നിയുടെ ഗ്രാമീണ മേഖലയ്ക്ക് വലിയ പ്രയോജനമാണ് ചെയ്യുന്നത്. ഗ്രാമീണ റോഡുകൾ നന്നാക്കുന്നതിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. ജേക്കബ് റോഡ് ഇത്തരത്തിൽ വികസിപ്പിച്ച ഒരു റോഡാണ്. ചല്ലപ്പള്ളി വരെ നവീകരിച്ച ഈ റോഡ് ഗ്രാമീണ മേഖലയുടെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന 36,90,00,000 രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് നവീകരിച്ചത്. ഗ്രാമീണ റോഡുകൾ നന്നാക്കുന്നതോടെ ഗ്രാമങ്ങളിലെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ എളുപ്പമാകും. കൃഷിക്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കും ഇത് വലിയ സഹായമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും ഗ്രാമീണ ജനങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. മടുത്തുംചാൽ മുക്കൂട്ടുതറ റോഡിന്റെ നവീകരണം റാന്നിയിലെ മറ്റൊരു പ്രധാന റോഡ് വികസന പദ്ധതിയാണ്. ഈ റോഡ് നവീകരിച്ചതോടെ ശബരിമല തീർത്ഥാടകർക്കും സ്ഥിരയാത്രക്കാർക്കും ഒരുപോലെ പ്രയോജനകരമായി.
പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന 51,65,00,000-ലധികം രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് നവീകരിച്ചത്. റോഡിന്റെ വശങ്ങളിലുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. മുക്കൂട്ടുതറ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഈ റോഡ് വികസനം വഴി തെളിയിക്കും. ആരോഗ്യ മേഖലയിൽ റാന്നി താലൂക്ക് ആശുപത്രിയുടെ വികസനം വലിയ നേട്ടമാണ്. റാന്നിയിലെ സാധാരണക്കാർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. റാന്നി താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി 17,01,00,000-ലധികം രൂപ അനുവദിച്ചു. HLL ഇൻഫ്രാടെക് സർവീസസ് ലിമിറ്റഡ് ആയിരുന്നു ഈ പദ്ധതിയുടെ കൺസൾട്ടന്റ്. പുതിയ കെട്ടിടങ്ങൾ, ആധുനിക ചികിത്സാ ഉപകരണങ്ങൾ, കൂടുതൽ ഡോക്ടർമാർ, നഴ്സുമാർ എന്നിവയെല്ലാം ആശുപത്രിയിൽ സജ്ജീകരിച്ചു. ഇതോടെ റാന്നി താലൂക്ക് ആശുപത്രി പത്തനംതിട്ട ജില്ലയിലെ തന്നെ പ്രധാന ആശുപത്രികളിൽ ഒന്നായി മാറി. കൂടാതെ സംസ്ഥാന സർക്കാർ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 10 ബെഡഡ് ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി റാന്നിയിലും ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിച്ചു. പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാൻ ഇത് സഹായിക്കും. ജില്ലയിലെ ആരോഗ്യരംഗത്ത് ഇതൊരു വലിയ മുതൽക്കൂട്ടാണ്. വൃക്ക രോഗികൾ ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ ഡയാലിസിസ് സെന്ററുകളുടെ പ്രാധാന്യം ഏറെയാണ്. സംസ്ഥാന സർക്കാർ പത്തനംതിട്ട ജില്ലയിൽ ധാരാളം ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. റാന്നിയിലും ഇത്തരത്തിലുള്ള സെന്ററുകൾ പ്രവർത്തിക്കുന്നു. ആരോഗ്യവകുപ്പ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ സെന്ററുകൾ വഴി സാധാരണക്കാരായ വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. ഇത് അനേകം പേർക്ക് ആശ്വാസമാകുന്നു. റാന്നിയിൽ പുതിയ കോടതി സമുച്ചയം നിർമ്മിച്ചത് നീതിന്യായ രംഗത്ത് വലിയ മുന്നേറ്റമാണ്. പഴയ കെട്ടിടത്തിൽ സ്ഥലപരിമിതി അനുഭവിച്ചിരുന്ന കോടതികൾക്ക് പുതിയ സമുച്ചയം വന്നതോടെ സൗകര്യങ്ങൾ വർദ്ധിച്ചു. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ പദ്ധതി നിർവഹിച്ചത്. പുതിയ കോടതി സമുച്ചയത്തിൽ കൂടുതൽ കോടതി മുറികൾ, വക്കീൽ ഓഫീസുകൾ, വെയിറ്റിംഗ് ഏരിയ, പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉണ്ട്. കോടതി ജീവനക്കാർക്കും വക്കീലന്മാർക്കും പൊതുജനങ്ങൾക്കും ഇത് ഒരുപോലെ പ്രയോജനകരമാണ്. നീതിന്യായ നടപടികൾ എളുപ്പമാക്കുന്നതിന് ഈ സമുച്ചയം സഹായിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ റാന്നി നിയോജക മണ്ഡലത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ക്ലസ്റ്റർ പദ്ധതികൾ നടപ്പിലാക്കുന്നു. റാന്നിയിലെ സ്കൂളുകളിലും ഈ പദ്ധതിയുടെ ഭാഗമായി സ്മാർട്ട് ക്ലാസ് റൂമുകൾ, കമ്പ്യൂട്ടർ ലാബുകൾ, ശുചിമുറികൾ, ലൈബ്രറി സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, വാപ്കോസ് ലിമിറ്റഡ് എന്നിവരാണ് ഈ പദ്ധതിയുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ റാന്നിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠിക്കാൻ അവസരം ലഭിക്കുന്നു. റാന്നിയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് ജലവിഭവ വകുപ്പ് വലിയ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. പെരുന്നാട്, അത്തിക്കയം ഗ്രാമങ്ങളിലെ കുടിവെള്ള പദ്ധതി 2ാം ഘട്ടം പുരോഗമിക്കുകയാണ്. കേരള വാട്ടർ അതോറിറ്റിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടാതെ പത്തനംതിട്ട PS സർക്കിളിലെ ട്രാൻസ്മിഷൻ മെയിനുകൾ മാറ്റുന്ന പദ്ധതിയും നടക്കുന്നുണ്ട്. ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ റാന്നിയിലെ കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. ശുദ്ധമായ കുടിവെള്ളം എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന സർക്കാരിന്റെ ലക്ഷ്യം ഇതിലൂടെ സാക്ഷാത്കരിക്കാനാകും. ഗ്രാമപ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇവയെ കൂടാതെ റാന്നി നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് ലക്ഷ്യമിട്ടുള്ള മറ്റ് പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. കൃഷി മേഖലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾ, വിനോദസഞ്ചാര മേഖലയുടെ വികസനം, തൊഴിൽ പരിശീലന പരിപാടികൾ തുടങ്ങിയവയെല്ലാം റാന്നിയുടെ സാമ്പത്തിക പുരോഗതിക്ക് വഴിയൊരുക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരുമായി ചേർന്ന് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതികളെല്ലാം റാന്നിയെ ഒരു മാതൃകാ നിയോജക മണ്ഡലമാക്കി മാറ്റാൻ സഹായിക്കും. വികസന വീതിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.